എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഒരു മാസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു റിക്വസ്റ്റ് ചെയ്തു, നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വേറൊരു ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെയ്യ് ഉരുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതിൽ പോയി കാണാൻ പറഞ്ഞു. പക്ഷെ അവർ പറയുന്നു ഒന്നുകൂടി ഒന്ന് ഇടാമോ എന്ന് ചോദിച്ച് ഞാനിപ്പോൾ ഒരു മാസം തുടങ്ങി ഞാൻ എടുത്തു വെച്ച ഇത് കണ്ട, ഇതുപോലെ ഒരു കുപ്പിയും കൊണ്ട് 4 കുപ്പി പാലിൽ നിന്ന് എടുത്ത പാൽപ്പാടയാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുറച്ച് ഐസ് ക്യൂബും ഞാനിവിടെ റെഡിയാക്കി. ഇത് ഐസ് ക്യൂബാണ്. അപ്പം നമുക്കിത് ആദ്യം തന്നെ നമുക്കൊരു പാൽപ്പാടയെല്ലാം ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രോസസ്സ് ഇച്ചിരി പാടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് കട്ടയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഐസ് കട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1-2 ഐസ് കട്ടയും കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതോ അടുത്തല്ലേ ഇത് നമുക്ക് നമ്മുടെ അടിച്ചെടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തെറിച്ചു പോയി. ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും വേറൊരു വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പം വെള്ളം വേറെ കണ്ട, ഇതാണ് ശരിക്കുള്ള ബട്ടർ. ഞാൻ നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒന്ന് എടുക്കുവാണ്. ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നുകൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ കഴുകിയെടുക്കും. ഇതിപ്പോൾ 2 കഴുകൽ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഈ പച്ചവെള്ളത്തിലോട്ട് ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കഴുകി എടുക്കുമ്പോൾ നമുക്ക് ആ പാലിൻ്റെ മണം അങ്ങ് പോയി കിട്ടും. ബട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടറാണ് നമ്മൾ ഇനി ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉരുക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരും ഒന്ന് ചെയ്ത് നോക്കുക.
നമ്മൾ ഒരു മാസത്തെ പാല് കൊണ്ട് നമുക്ക് ഇത്രയും വെണ്ണ എടുക്കാമെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1 ലിറ്റർ പാല് വാങ്ങിച്ച് അത് കുറുക്കി അത് അത് കാച്ചി അപ്പം തന്നെ നമുക്ക് 2 ദിവസം കൊണ്ട് ഇതുപോലെ ബട്ടർ ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് എടുത്ത് വെച്ച പാടയാണ്. അപ്പോൾ നമ്മളിനി ഇത് ഉരുക്കുന്ന പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനിച്ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഉരുകി വരുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ. അതെയോ? ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നിർത്തണം. കണ്ട, ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് കണ്ട ഇതിപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ടാണ് തിളയ്ക്കുന്നത്. തിളച്ച് അത് നെയ്യ് വേറെ പിശട് വേറെ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തണുത്തതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ ഈ പാല് പശുവും പാല് നേരിട്ട് വാങ്ങുന്നതാണ്, കവർ പാലല്ല ഇത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.